ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോളേ ഇവിടെ നല്ല തണുപ്പാണ്. നേരം എന്താ പറയുക, 6 മണി. ഇതെങ്ങനെ പൂണ്. അപ്പോൾ ഞാൻ കുഞ്ഞാണിയാക്കാൻ്റെ ഒരു പഴയ കുപ്പായ ഉണ്ടായിരുന്നു, അത് നൈറ്റിൻ്റെ മുകളിൽ കൂടെ അത് ഇട്ടതാണ്. അപ്പോൾ തണുക്കൂല. ഇവിടെ ഈ ഷെഡായതുകൊണ്ടേ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കാറ്റ് വരും. അപ്പോൾ ഞാൻ തണുക്കണേന് വേണ്ടിയിട്ട് ഇത് ഇട്ടതാണ്. രാവിലെ 6 മണി ആകാനായിട്ടുള്ളൂ. ഇപ്പോൾ പകല് കുറേ സമയം ഇല്ല, പകല് കുറച്ചുള്ളൂ, രാത്രിയാണ് കൂടുതലില്ലേ. അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഇല എടുത്തുകൊണ്ടുവന്നിട്ടില്ല കറി ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചീവീടിൻ്റെ ഒക്കെ സൗണ്ട് കേട്ടില്ലേ, കേൾക്കുന്നുണ്ടോ? കേൾപ്പിച്ചേരാ, കണ്ടോ? നേരം കേൾക്കണല്ലേ? നേരം വെളുത്തു നീച്ചോളി എന്ന് പറയാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഇരുട്ടാണ്, അങ്ങോട്ട് ഫ്രണ്ടിക്ക് പോകാനും പേടിയുണ്ട്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇപ്പോൾ തൽക്കാലം ഇരുട്ടാണ്, പുറത്ത് കണ്ടോ, അപ്പുറത്ത് വെളിച്ചല്ല. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നമ്മളെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വരി. അവിടെ പാത്രം ഉണ്ട് കേട്ടോ, കുറച്ച് കഴുകാനും വേണ്ടി ടേബിൾ മൊക്കെ എടുത്ത് വെച്ചതാണ്, അത് കഴുകിയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാൻ പോണില്ല തൽക്കാലം. ഇപ്പോൾ പോയാൽ പേടിയാണ്, വല്ല പെരിച്ചായും പാഞ്ഞാലും നമുക്ക് അത് മതി പേടിക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് വാതിൽ, ഇതിൻ്റെ ഉള്ളിൽ ഷീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മറച്ചതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കാറ്റ് വരും, അപ്പോൾ നമുക്ക് തണുക്കും. അപ്പോൾ തണുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയുക ഈ കുഞ്ഞാണി കാക്കാൻ്റെ കുപ്പായിട്ടത് കേട്ടോ. അപ്പോൾ അതാ ഈ വാതിൽ ഇങ്ങോട്ട് അടച്ചാൽ, ഇതിൻ്റെ അടച്ച് ഞാൻ കാണിച്ചു തരാം. അയ്യോ അങ്ങനെ ഇത് അടച്ച് കാണിച്ചു തരാം കേട്ടോ. അതാ ഇതിങ്ങനെ അടച്ചാൽ ഇതിലെ വെളിച്ചം കാറ്റ് വരില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ കാറ്റ് വരും, അടച്ചുറപ്പായി കാറ്റ് വരും, പക്ഷെ എന്നാലും ഒന്നായിട്ട് ഇങ്ങോട്ട് കാറ്റ് വരില്ല. അപ്പം അങ്ങനെ. അപ്പോൾ എല്ലാവരും വരി. നമ്മൾ കുക്കിംഗ് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ 6 മണി ആയിട്ടില്ല, 5:45 കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ശരി കേട്ടോ, എല്ലാവരും വരി. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ മടക്കി വെക്കാനൊക്കെ ഉണ്ട്. ഇന്നലെ ഇതൊന്നും ചെയ്തിട്ടില്ല, മടക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല, ആകെ വരകി കിടക്കുകയാണ്. ഇതൊക്കെ റെഡിയാക്കണം. അത് അയലുമേ തുണി വിരിച്ചിട്ടില്ലേ, അപ്പോൾ അത് ഉണങ്ങിയപ്പോൾ വലിച്ച് വാരി കൂട്ടി വെച്ചിരിക്കുകയാണ്, മടക്കി വെച്ചിട്ടില്ല. അപ്പോൾ കുക്കിങ്ങും നടക്കണം, ഇവിടെ അടിച്ച് മടക്കി വെക്കലും നടക്കണം. അങ്ങനെ ഓക്കെ. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കുന്നത് കമ്പം പുഴുങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കമ്പം എന്ന് പറയുന്ന സാധനം. ഇതാണെങ്കിൽ കുറച്ച് മധുരമുള്ള കമ്പാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ തോലിയൊക്കെ പൊളിച്ച് കളഞ്ഞ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയും കമ്പം എന്തിനാന്നല്ലേ? അതൊക്കെ ഉണ്ട് കേട്ടോ, ഇത്രയും കമ്പൊക്കെ നമുക്ക് വേണം. ഞാനും കുഞ്ഞാണിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് കമൻറ്റിൽ എല്ലാവരും പറയണത്, നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്ലൈ ഞാൻ തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറയണില്ല. അപ്പോൾ കമ്പൊക്കെ പുഴുങ്ങി ഇങ്ങോട്ട് ഇതിൻ്റെ പാത്രം ഇങ്ങോട്ട് തുറക്കുമ്പോൾ കാണാനുള്ള നല്ല മണം, ഒരു കമ്പം പുഴുങ്ങിയ മണം കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് കമ്പം പുഴുങ്ങുമ്പോൾ അങ്ങനെ ഒരു മണമാണല്ലോ. അപ്പോൾ അതാ ഞാൻ കമ്പം പുഴുങ്ങി വാങ്ങുകയാണ്. ഇനി എന്തൊക്കെയോ പണി കിടക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നേരം എന്താ പറയുക, വെളുത്തു. നേരം അങ്ങനെ എന്താ പറയുക, രാത്രി കുറേ ഉണ്ട്, പകൽ കുറച്ചുള്ളൂ, അങ്ങനത്തെയൊക്കെ ടൈമാണല്ലേ. അപ്പം ഞാനിങ്ങനെ നമ്മളെല്ലാവരും അള്ളാഹുവിനെ സ്തുതിക്കണം. കാരണം ഓരോ പുലരിയും അള്ളാഹു നമുക്ക് സമ്മാനിക്കുകയാണല്ലേ. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ രാവിലെ നമ്മൾ നീക്കുന്നുള്ളൊരു ഉറപ്പില്ല. അൽഹംദുലില്ലാഹ്, നമ്മളെ പടച്ചോന് രാവിലെ നമ്മളെ ഉണർത്തുകയാണല്ലേ. അള്ളാഹ് നമ്മളെ ഉണർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉണരാനും പോകണില്ല. കമ്പൊക്കെ ചാടിപ്പോണു, എങ്ങോട്ടത് ചാടിപ്പോണ്, ചൂട് കയറിയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ എന്താ ഒരു കഥ അല്ലേ. ആലോചിക്കാതിരിക്കുകയാണ്, അതൊക്കെ നല്ലത്. ഇന്നലെ ഞാൻ കുഞ്ഞാണിയാക്കും ഇന്നലെ ഫോണിലുണ്ട് ഒരു വീഡിയോ കാണുന്നു.
അതിൻ്റെ ഒരു കുട്ടി, ഒരു അമ്മേൻ്റെ ഒരു കുട്ടീനെ തമ്പുരാനെ അതിൻ്റെ ഒരൊറ്റ നോട്ടേ നമ്മൾ നോക്കുള്ളൂ. അതിൻ്റെ മേത്ത് കൂടെ പിന്നെ അതിൻ്റെ കാലിൻ്റെ ഉള്ളിൽ കൂടെയും കൈയിൻ്റെ ഉള്ളിൽ കൂടെയും സൈഡിൽ കൂടെയൊക്കെ ഓരോ ദശകൾ വന്ന് ഇറച്ചിയായിട്ട് തൂങ്ങി നിന്നിട്ട് റബ്ബേ അതിൻ്റെ തല മുഖമൊന്നും കാണാനില്ല, മാംസം വന്നിട്ട് മൂടിയിട്ട് അതിന് വലിയ സർജറി വേണം, ഒരുപാട് പൈസ വേണം എന്നൊക്കെ പറഞ്ഞു. പഠിച്ചവനെ അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ആർക്കും തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. എനിക്ക് ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നമുക്ക് പഠിച്ചവന് അസുഖമൊന്നും തരല്ലേ, രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. അതുപോലെ അപകട മരണങ്ങളൊന്നും നമുക്ക് നമ്മളെ കുഞ്ഞു മക്കൾക്കും നമുക്ക് ആർക്കും അള്ളാഹു തരാതിരിക്കട്ടെ. ആമീൻ. ആ ഒരു ദുആ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ചാടിത്തുള്ളലും ഈ പിന്നെ എന്താണ് തൂളിച്ചിത്തരം കാട്ടി പായലും ഒക്കെ നിൽക്കൂലേ. ഒരു അസുഖം വന്നാൽ കഴിഞ്ഞില്ലേ, ഒരു ആക്സിഡൻറ്റ് വന്നാൽ കഴിഞ്ഞില്ലേ നമ്മളെയൊക്കെ അവസ്ഥ. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും എന്താ ഇപ്പോൾ ഈ വിസ്മിതാത്ത ഇപ്പം ഇതൊക്കെ പറയണേ. അതൊക്കെ പറയേണ്ട കാര്യമുണ്ടേ. നമ്മളെ വീഡിയോ ഇട്ടാൽ ഓടി വന്ന് നമുക്ക് ബാഡ് കമൻറ്റ് തരുന്ന ആൾക്കാരൊക്കെ ഉണ്ടേ. ഓലൊക്കെ കാണേണ്ടിയും കേൾക്കാനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് വിസ്മിതാത്ത അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. കാരണം എത്രയായാലും പഠിക്കൂല. നമ്മൾ നല്ല നിലയിൽ നമ്മൾ ജീവിക്കുന്നത് കാണുമ്പോൾ ചില ആൾക്കാർക്കൊന്നും സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് വന്നുങ്ങാണ്ട് ഇങ്ങനെ മോശം കമൻറ്റുകളൊക്കെ തരുന്നത്. ഇപ്പോൾ നമ്മളതിൽ എവിടെയൊരു കമൻറ്റ് കാണില്ലല്ലോ. ഞാൻ ആ സ്പോട്ടിൽ പോയി ആ കമൻറ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്, ആളെ ബ്ലോക്കും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരിക്കൽ വേറെ ഇമെയിൽ ഉണ്ടാക്കിയിട്ട് വേണ്ടേ, അപ്പത്തിന് പിന്നെ താമസിക്കുമല്ലോ. പിന്നെ ഒരു വേറെ ഇമെയിലൊക്കെ ഉണ്ടാക്കി കാപ്പി പിടിച്ച് കമൻറ്റ് ഇടുമ്പോഴത്തേന് ഞാനത് പിന്നെയും ഡിലീറ്റ് ആക്കും. നമ്മളോടാണ് കളി. നമ്മളെ ചാനലിൽ അങ്ങനെ ഒരു ബാഡ് മോശം കമൻറ്റ് വേണ്ട, അത് കണ്ടാൽ ഞാൻ ഡിലീറ്റ് ആക്കും. ഓക്കെ, ഏതായാലും കമ്പം പുഴുങ്ങിയപ്പോൾ ഇനി ഇത് മീൻ കൂട്ടാനുണ്ടാക്കാനാണ് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് തക്കാളിയൊക്കെ വാട്ടി നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഇപ്പം ഞാൻ പറയണില്ല. നമ്മൾ ഇപ്പം നാളിപ്പോൾ ഓരോ കമൻറ്റ് പറയുന്നത് താത്ത അങ്ങക്ക് എന്നും ഈ ഒരു മീൻ വെച്ച മാതിരി വെക്കാനും കൂട്ടാനും ചോറും തന്നെ ഉള്ളൂ, വേറെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറയാം മക്കളെ, വേറെ എന്താണ് വെറൈറ്റി ഞാൻ കൊണ്ടുവരുന്നത്? എനിക്കുള്ളതല്ലേ ഞാൻ വെക്കുക. ഇവിടെ വല്ല ഫാസ്റ്റ് ഫുഡോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് കുഞ്ഞാണിയാക്കാക്കും മാത്രമല്ലല്ലോ ഭക്ഷണം ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചധികം ഉണ്ടാവും. അപ്പോൾ ഞാൻ അതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുകയാണെന്ന് മാത്രമല്ല, അത് വേറെ എന്താ നമുക്കിവിടെ കാണിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ ഇനിയിപ്പോൾ നമുക്ക് മീൻകറിയൊക്കെ ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടേ നമ്മൾ ഉലുവയും കടുവും വറുത്ത് പൊടിച്ചത് അതിലിടണം കേട്ടോ. അപ്പോൾ ഉലുവയും കടുവും വറുത്ത് പൊടിച്ചത് കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് ഉലുവയും കടുകും ഒക്കെ രാവിലെ തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ എടുക്കുന്നത്. രാവിലെ നമുക്ക് ഉഷാറായിട്ട് സ്മാർട്ടായിട്ട് പണി എടുക്കുകയാണെങ്കിൽ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ അടുക്കള പണി അടിയും തൊടിയും ക്ലീനിങ്ങും മോറലും കഴുകലും വാരലും മടക്കിയൊക്കെ എല്ലാം 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ തീർക്കൂട്ടോ. 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ അടുക്കള പണി ഫുള്ള് ക്ലീനാക്കും ഞാൻ. അപ്പോൾ അതാ ഉലുവയും കടുകും വറുത്ത് ഞാൻ ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഇപ്പം ഞാൻ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ കറിക്ക് മീൻ പൊടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മീൻ കറി വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ അതിക്ക് കുറച്ച് ഉലുവയും കടുകും പൊടിച്ചത് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിൽ അങ്ങോട്ട് ഇട്ട് സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കുകയാണെങ്കിലും മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇറച്ചി എന്തൊക്കെ ഞാൻ ഈ പൊടി ഇട്ടു കേട്ടോ. കാരണം ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ പൊടി ഇട്ടാൽ. അപ്പോൾ ഇനി എല്ലാവരും ഉലുവും കടുകും ഒക്കെ പൊടിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അച്ചാറിൽ ഓൾറെഡി നമ്മൾ ഉലുവും കടുകും വറുത്ത് പൊടിച്ചിട്ട് വെക്കരുത്. നമ്മൾ കഴിക്കാനെടുക്കൂലേ, അപ്പോൾ ആ ടൈമിൽ മാത്രം കുറച്ച് ഉലുവപ്പൊടി അങ്ങോട്ട് വെതറുക. അപ്പോൾ ആ കറിക്ക് ഒരു നല്ല ടേസ്റ്റ് വെക്കാറ് കേട്ടോ. അങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾ. ഇപ്പോൾ മീൻ കറിയിലൊക്കെ നിങ്ങൾ കുറച്ച് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് ഇട്ട് നോക്കോണ്ടി. അപ്പോൾ ഞാൻ അതാ കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു ടപ്പയ്ക്ക്. എന്നിട്ട് കണ്ടോ അത്ര 2 പിഞ്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ അതിങ്ങോട്ട് അടച്ചാണ് വെക്കുക, ഇളക്കരുത്. എന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മളിത് തുറന്ന് നോക്കുക. അപ്പോഴൊന്നും തുറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ടല്ലോ മക്കളെ. അപ്പം നമുക്ക് മീൻ പൊരിക്കണ്ടേ. അപ്പോൾ CD മുള്ളനാണ് നമ്മൾ പൊരിക്കണത്. അപ്പോൾ ഞാൻ ഈ CD മുള്ളൻ പൊരിക്കണതിൽ നല്ലോണം പഴുത്ത കുറച്ച് കാന്താരിയും ചെറിയൊരു ഇഞ്ചിപ്പൊട്ടും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും
ഒക്കെ അരച്ച് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ മീൻ പൊരിക്കുന്നത്. അപ്പോൾ ഈ മീനിൻ്റെ ഒരു ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്കൊന്നും എന്താ പറയുക എരിവ് വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലേ. നമുക്ക് എരിവ് പുളിയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. എരിവ് നല്ലോണം കുഞ്ഞാണിയാക്കാക്ക് ആദ്യമൊന്നും എരിവ് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ചീത്ത അറിയുന്നു. ഞാൻ പതുക്കെ കുഞ്ഞാണിയാക്കാക്ക് മുളക് കൊടുത്ത് ഇപ്പോൾ കുഞ്ഞാണിയാക്ക മുളക് കൂട്ടാൻ തുടങ്ങി. മറ്റേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ചമ്മന്തി അരക്കുകയാണെങ്കിൽ പോലും കുഞ്ഞാണിയാക്കാക്ക് എരിവില്ലാതെ നമ്മൾ അരക്കണം. കൂട്ടാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കുഞ്ഞാണിയാക്കാക്ക് എരിവില്ലാതെ അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പോൾ കുഞ്ഞാണിയാക്ക എരിവ് അത്യാവശ്യം കൂട്ടാൻ തുടങ്ങി. ഇപ്പോൾ കറി എരിവ് ഏറെയാണെന്നൊന്നും എന്നോട് പറയലില്ല കേട്ടോ. അത് വിചാരിച്ച് നല്ലോണം മുളക് ഇതൊന്നുമില്ല കേട്ടോ. ഞാൻ ഇന്ന് അത്യാവശ്യം വേണേനും ചില കറിയൊക്കെ എന്നാൽ തീരെ എരിവും പുളിയൊന്നും ഇല്ലെങ്കിൽ ഈ കറി കൂട്ടിയാൽ എന്താ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ എരിവും പുളിയൊക്കെ കൂട്ടണം കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ലാസ്റ്റാണ് നമ്മൾ അലക്കും തുടക്കമൊക്കെ ചെയ്യണതിൻ്റെ മുന്നേ എന്ത് ചെയ്യും, ഞാൻ അരി അടുപ്പത്തിടും. അപ്പോൾ പിന്നെ ഒരു കനല്ല കൊള്ളിയാണ് വെച്ച് കൊടുത്താൽ എന്ത് ചെയ്യും, ആ ചോറ് അങ്ങനെ അങ്ങോട്ട് വെന്തോളും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റാണ് ഞാനൊന്ന് തുടയും കഴിഞ്ഞ് അതിലിടക്ക് പോയി മുറ്റത്ത് ആ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ അടിച്ച് വാരി അടുക്കാട്ടൊക്കെ കൊണ്ടുപോയിട്ട് അപ്പോൾ അടിയും തൊടയും ക്ലീനിങ്ങും തുണി മടക്കിയൊക്കെയും ഒക്കെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ ഈ നേരമായപ്പോഴത്തേനും നമ്മൾ ഒരു റെസ്റ്റ് എന്ന് അറിയണില്ല. ഈ 2 മണിക്കൂർ നമ്മൾ കടന്ന് പെടയണം നമ്മളെ പണി ഒരുങ്ങണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് അംഗനവാടിക്കൊക്കെ നേരം വരും. അതാണ് കുഴപ്പം. അപ്പോൾ കൂട്ടുകാരെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഓളൊന്ന് ഓപ്ഷനൊക്കെ അമർത്തി ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ കഞ്ഞിവെള്ളം ഞാൻ എന്തായാലും ഒരു ചെറിയൊരു കുഞ്ഞി കുടുക്കയിൽ അവിടെ എടുത്ത് വെക്കും. കാരണം ആരെങ്കിലുമൊക്കെ ഒരു ദിവസം ഒരാൾ വന്നുകൊണ്ട് മാളെ കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ടുവരണപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രം എടുത്ത് വെച്ചിരുന്നു. അന്ന് മുതലാണ് ഇവിടെ കുടിക്കൂല കഞ്ഞിട്ടല്ലേ. പിന്നെ ഞാൻ അംഗനവാടിക്കൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞാണിയാക്കാക്ക് കഞ്ഞി കൊടുക്കാൻ അപ്പോൾ ഞാൻ കഞ്ഞിൻ്റെ വെള്ളം എടുത്ത് വെക്കും. അല്ലെങ്കിൽ കാര്യമില്ലാതെ എടുത്തേക്കല്ല. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം എടുത്തേക്കലാണ്. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ വേണമല്ലോ. അത് എഴുതിയിട്ട് ഇപ്പം ഞാൻ കളയലില്ല. നമ്മൾ കുടിച്ചിട്ടില്ലെങ്കിൽ വൈകുന്നേരം കളയുള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് താങ്ക്സ്. ഒരുപാട് നന്ദി. നല്ല കമൻറ്റിന് ഒരുപാട് നന്ദി. ടാറ്റാ ബൈ സീ യു.